ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഈഗർ ലേണിംഗ്. ഹായ് മക്കളെ, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിനുള്ള ഒരു അടിച്ചുപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ക്രിസ്മസ് എക്സാമിൽ ആദ്യത്തെ എക്സാം തന്നെ മാത്സ് ആണ് സാറേ. ഈ മാത്സ് ആദ്യം വരുന്നത് നല്ലതാണോ അല്ലെങ്കിൽ പണിയാണോ? നല്ലതാണ് സാറേ, കാരണം അവർക്ക് മാത്സ് ആദ്യം പല മക്കളും പറയാനുള്ള ഒരു കാര്യമാണ് മാത്സ് ഭയങ്കര ടഫാണ് സാറേ, മാത്സ് ഞങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മാത്സ് ആദ്യം എക്സാം അടിപൊളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ആ പോയിന്റ് ശ്രദ്ധിക്കണം. ആദ്യത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കി എക്സാമുകളെല്ലാം എഴുതാൻ നമുക്കൊരു എനർജി ആയിരിക്കണം. അപ്പൊ മാത്സ് അടിപൊളിയാക്കണ്ടേ നമുക്ക്? ഉറപ്പായിട്ടും അതിനുള്ള കിടിലൻ പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി 3 ദിവസമാണ് മാത്സ് എക്സാം ഉള്ളത്, അതായത് ഇന്നത്തെ ഡേയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. സോ ഈ 3 ദിവസം എങ്ങനെ ക്രിസ്മസ് എക്സാമിന് മാത്സ് പഠിക്കണം, അതേപോലെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ കാണാം ക്രിസ്മസ് എക്സാം മാത്സ് സ്റ്റഡി പ്ലാൻ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ നോക്കിയോ, മാരത്തോൺ ലൈവ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് 8-ാം തീയതി ഡിസംബർ 8-ന് ഈവനിങ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മള് ഏതൊക്കെ ചാപ്റ്റേഴ്സ് സാറേ? നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രിസ്മസ് എക്സാം ആകുമ്പോൾ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കണം ആദ്യം സെറ്റ് ആക്കി മാറ്റേണ്ടത്. അത്രയും വെയിറ്റേജ് ഉള്ള ഭാഗം അവിടെ നിന്ന് സെക്കൻഡ് ടേമിൽ 5 ചാപ്റ്റേഴ്സ് ആണ്. ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജന്റ്, സോളിഡ്സ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഈ 5 ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും, കാരണം സെക്കൻഡ് ടേം എക്സാം സെക്കൻഡ് ടേമിലെ പോർഷൻസിനാണ് ഇമ്പോർട്ടൻസ് വരിക. അതിനർത്ഥം ഫസ്റ്റ് ടേം ഒഴിവാക്കി വെച്ച് സെക്കൻഡ് ടേം മാത്രം പഠിക്കണം എന്നല്ലേ? ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ എല്ലാം പഠിച്ചിരിക്കണം. പക്ഷെ ആദ്യം ഇത് കവർ ചെയ്ത് കൂടുതൽ വെയിറ്റേജ് അറിഞ്ഞു പഠിച്ചാലേ നമുക്കത് നമ്മുടെ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പഠിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇന്നത്തെ ലൈവില് 8-ാം തീയതി 7 മണിക്കുള്ള ലൈവില് നമ്മൾ 3 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ടേമില് 3 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. ത്രികോണമിതി, സൂചക സംഖ്യകൾ, ജ്യാമിതിയും ബീജഗണിതവും. ഈ 3 ചാപ്റ്റേഴ്സും നല്ല അടിപൊളി ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള, കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സുമാണ്. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ഇവർക്ക് ഒരു 40 എബോവ് മാർക്കിനുള്ളത്, ഓൾമോസ്റ്റ് 35 എബോവ് 40 എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഈ ചാപ്റ്ററുകളിൽ തന്നെ എക്സാമിന് ഉണ്ടാവും. യെസ്. ഇനി നമുക്ക് അടുത്ത ഡേ, ഇന്നത്തെ ഡേ കഴിഞ്ഞാൽ നിർത്തുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ വരുന്നുണ്ട് 9-ാം തീയതി. നാളെ എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ ഈവനിങ് 7 o'clock തന്നെയാണ് ബാക്കി 2 ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? നമ്മുടെ സെക്കൻഡ് ടേമിലെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ് ആയ സോളിഡ്സും ടാൻജൻസും. നിങ്ങൾക്ക് അറിയാം ഈ ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ അത്രയും നല്ലേ, പക്ഷേ സോളിഡ്സ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ചെയ്ത് പഠിക്കാനും ഇക്വേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്റർ ആണ്. അതേപോലെ ടാൻജൻസിലോ കുറെ വരയ്ക്കാനുള്ള മാർക്ക് എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഈ ടാൻജൻസും സർക്കിൾസും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടേമിൽ 5 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 5 ചാപ്റ്റർ കവർ ചെയ്യാണ്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്കിനുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ടായിരിക്കും എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കാനുള്ള കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം വെയിറ്റേജ് കൂടുതൽ ഇവർക്കാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി നമുക്ക് ഒരു ഡേ കൂടി ബാക്കിയുണ്ട്, നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം. ഇന്നാണ് ഇവരുടെ ഏറ്റവും ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഡേ സാർ അല്ലെ? ഫുൾ ചാപ്റ്റേഴ്സ് മക്കളെ, 9 ചാപ്റ്റേഴ്സും അന്ന് നമ്മൾ തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി നമ്മൾ കംപ്ലീറ്റ് മെഗാ മാരത്തോൺ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സിലും വരാൻ ചാൻസ് ഉള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കുക, ആ ലൈവിൽ വന്ന് ഈ കാണുന്ന ലൈവ് ഒന്ന് ജസ്റ്റ് വെറുതെ കണ്ടുപോലെ വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ചെയ്ത് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. വാല്യൂസ് മാറിയാലും അതേപോലെ തന്നെ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വന്നാലും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അവരെന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കും. അതേപോലെ തന്നെ അവരുടെ ഡേ ടൈമുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമായിരിക്കണം ലൈവിലേക്ക് വരേണ്ടത്. ലൈവ് മാത്രമാക്കി അങ്ങനെയല്ല ഇരിക്കേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ച് എന്നിട്ട് ലൈവിൽ ഇരുന്നിട്ട് പെന്നും പേപ്പറും ഒക്കെ ആയി നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്ത് പഠിക്കാം. അതായിരിക്കണം ലൈവ് കേട്ടോ. ഓക്കെ, ഇവിടെ കഴിഞ്ഞു സാറേ, നമ്മൾ നിർത്തി പരിപാടി. അങ്ങനെ ഞങ്ങൾ നിർത്തുവോ? നമുക്ക് പിറ്റേ ദിവസം എക്സാമിന് പോകുന്നതിന്റെ മുന്നേ രാവിലെ നമുക്കൊരു ലൈവ് വേണ്ടേ? യെസ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ, അതായത് 29 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അന്ന് മോർണിംഗ്, അതായത് എക്സാമിന്റെ മോർണിംഗ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ട് ഒരു 29 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് ഏകന്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് മാത്സിൽ വാങ്ങാൻ പറ്റുമെന്നുള്ളത് 100%. ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ്, A+ അല്ല പറയുന്നത്, ഫുൾ മാർക്ക് വാങ്ങാനുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. നിങ്ങൾ നമുക്ക് സാർ ഷോർട്സ് ആയിട്ടും കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. സോ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ കണ്ട് അതിലെ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അല്ലെങ്കിൽ ഭൂരിഭാഗം ചാപ്റ്റേഴ്സിന്റെയും കോണ്ടന്റ് വീഡിയോസും അതേപോലെ ഷോർട്സ് നമ്മൾ അപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് അപ്പ് ചെയ്യുന്നതിന് പുറമെ ചിലപ്പോൾ ഇവർക്ക് ഡിമാൻഡ് ഉള്ള കുറച്ച് കാര്യങ്ങൾ
യെസ്. അത് നിങ്ങൾക്ക് ഇതാ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ചാപ്റ്റേഴ്സിൽ സാർ ഈ ചാപ്റ്ററിന്റെ ഇന്ന കാര്യം കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന ഇക്വേഷൻ വെച്ച് ഈ ഭാഗങ്ങൾ ഇന്ന ഭാഗങ്ങളാണ് എനിക്ക് ടഫ്, ഇതൊന്ന് കോണ്ടന്റ് വീഡിയോ കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തു, അതിന്റെ ആൻസറുമായിട്ട് ഞങ്ങൾ വന്നിരിക്കും. ഇനി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ലൈവിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യില്ലേ, നല്ല ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ക്രിസ്മസ് എക്സാമിന് മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാം, കൃത്യമായിട്ട് വേറെ എങ്ങോട്ടും പോണ്ട, നിങ്ങൾ ഇങ്ങ് ഏകനിലേക്ക് ഇങ്ങോട്ട് പോരാ, ഞങ്ങൾ ഉണ്ടാവും നിങ്ങളെ അടിപൊളിയാക്കി പഠിപ്പിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കാൻ. മറക്കണ്ട, ഇന്നത്തെ ഈവനിങ് 7 മണിക്കുള്ള ലൈവ് കാണാൻ ആ കാര്യം മറക്കരുത്. ഇന്ന് തുടങ്ങാം നമ്മള്, ഇന്ന് ഈവനിങ് ലൈവിൽ നമ്മൾ ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര ഈ 3 ചാപ്റ്റർ ആയിരിക്കും ഇന്ന് സെറ്റ് ആക്കാം. ലൈവിൽ കാണാം ഡിയർ സ്റ്റുഡൻസ്. ബൈ.